നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ചോപ്പിംഗ് ബോർഡ് സെലക്ട് ചെയ്യണ സമയത്ത് മരത്തിന്റെ മേടിക്കണോ, പ്ലാസ്റ്റിക്കിന്റെ മേടിക്കണോ, ഗ്ലാസിന്റെ മേടിക്കണോ, സെറാമിക്കിന്റെ മേടിക്കണോ, ഇതിൽ ഏതാണ് ഏറ്റവും ബെസ്റ്റ്? അതുപോലെ തന്നെ ഈ ചോപ്പിംഗ് ബോർഡ് എല്ലാം വീട്ടിൽ എങ്ങനെയാണ് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവാം. റെഡി ഭൂപ്പാ. ചോപ്പിംഗ് ബോർഡ് അല്ലേ, നമ്മുടെ നാട്ടിലൊരു വീഡിയോയിൽ എൻ്റെ അമ്മയ്ക്ക് 10-25 കൊല്ലം മുന്നേ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന കൊടുത്തൊരു ചോപ്പിംഗ് ബോർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ പുളിമുട്ടിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ പോയിട്ട് മറ്റേ സാനിറ്ററി നാപ്കിൻ്റെ ഷേപ്പിലുള്ള മുട്ടികൾ, അതുപോലെ തന്നെ എന്താ പറയുക, കറ പിടിച്ച് ചെളി പിടിച്ചിരിക്കുന്ന മുട്ടികൾ നമ്മളിത് കഴുകില്ല. നമ്മുടെ കഴുകിലെന്ന് പറഞ്ഞാൽ ഇതെല്ലാം അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വെറുതെ വെള്ളത്തിലേക്ക് ആക്കുന്ന ഒരു പരിപാടിയേ ഉള്ളൂ. ബാക്കിയുള്ളവർ മുഴുവൻ വിരലിൽ കട്ട് ചെയ്യുന്നവരാണ്. പക്ഷേ ഈ ചോപ്പിംഗ് ബോർഡ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏത് ചോപ്പിംഗ് ബോർഡ് ആണെന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനാണ്. കാരണം ഒരുപാട് ഇൻസ്റ്റാഗ്രാം റീൽസ് പോസ്റ്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്താണ്, പ്ലാസ്റ്റിക് ചോപ്പിംഗ് ബോർഡിൻ്റെ മുകളിൽ ഇങ്ങനെ ഉരച്ചിട്ട് അതിൻ്റെ മുകളിൽ മൈക്രോ പ്ലാസ്റ്റിക്സ് ഉണ്ട്, അത് നമ്മൾ കഴിക്കുമ്പോൾ പോവും. വുഡൻ ചോപ്പിംഗ് ബോർഡാണ് ബെറ്റർ, ഗ്ലാസ് ആണ് ബെറ്റർ, പാക അങ്കലാപ്പിലാണ് ഉള്ളത്. ചോപ്പിംഗ് ബോർഡ് വെച്ചിട്ട് ഫുള്ള് ക്യാൻസറും ആള് ചാവും എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോണേ. അപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഞാൻ കുറേ ടൈപ്പ് ഓഫ് ചോപ്പിംഗ് ബോർഡ് ഉപയോഗിക്കാറുണ്ട്. അതിൽ എൻ്റെ ബെറ്റർ ചോപ്പിംഗ് ബോർഡ് ഏതാണെന്നും അതിനെങ്ങനെയാണ് ക്ലീൻ ചെയ്യുക എന്നുള്ളതും ഞാൻ കറക്റ്റായിട്ട് പറയട്ടെ. ഇവിടെ ആക്ച്വലി ഞാൻ 4 ചോപ്പിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഞാൻ റീസെൻ്റ്ലി ശരിക്കും പറഞ്ഞാൽ ടെമൂന്ന് മേടിച്ചിട്ടുള്ള ഒരു ചോപ്പിംഗ് ബോർഡാണ്. നല്ല അടിപൊളി ചോപ്പിംഗ് ബോർഡാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു ചോപ്പിംഗ് ബോർഡാണ്. ടെമൂന്ന് മേടിച്ചാൽ ആകെ കൂടി എനിക്ക് കാശ് മുതലായി എന്ന് തോന്നിയിട്ടുള്ള ഒറ്റ ചോപ്പിംഗ് ബോർഡാണ് കേട്ടോ ഇത്. $46 ന്യൂസിലാൻഡ് ഡോളർ കൊടുത്തിട്ടുള്ള ഒരു ബോർഡാണ്. ഒരു തവണ ഞാൻ ഇത് മേടിച്ചതിന് ശേഷം ഫുൾ ക്ലീൻ ചെയ്ത് ഓയിലിട്ട് സെറ്റപ്പ് ആക്കിയിട്ടുള്ളതാണ്. നിങ്ങൾ നമ്മുടെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് ബാംബു മിക്സ്, ബാംബു ഓക്കെ. ഇനി നമുക്ക് ഇത് ബാംബു എന്നാണ് ഇവർ പറയണത്. എന്താ ഇത് ബാംബു എന്ന് പറയണമെന്ന് എനിക്കറിയില്ല. ഇതിൽ ബാംബുവും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കും എല്ലാം കൂടിയിട്ട് വെച്ചിട്ടുള്ള ഒരു ചോപ്പിംഗ് ബോർഡാണ്. ഇവിടെ ഇതിന് ഏതാണ്ട് $12 ന്യൂസിലാൻഡിൽ വിലയുള്ളൂ. എനിക്കിത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് ചോപ്പിംഗ് ബോർഡ് പോലെയാണ് തോന്നണേ. ഇതും നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ കത്തി എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ അരിഞ്ഞ് ഇങ്ങനെ ചൊറിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നിന്ന് പൊടിയും സാധനങ്ങളൊക്കെ വരുന്ന കാണും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യണ സമയത്ത് ചിലപ്പോൾ ഈ സാധനമൊക്കെ നമ്മുടെ ഫുഡിൽ ചേര് നമ്മൾ കഴിക്കണ സമയത്ത് ഒരു എന്താ പറയുക, മൈക്രോ മില്ലി അൾട്രാ നാനോ മില്ലിഗ്രാം ഈ പൊടിയൊക്കെ പോണ്ടാവും. അതിനേക്കാളും കൂടുതൽ പൊടി നമ്മൾ വെറുതെ റോട്ട് കൂടെ നടക്കുമ്പോൾ നമ്മുടെ മൂക്കിലേക്ക് പോണ്ടിട്ടാ. വറി അബൌട്ട് ദാറ്റ് പൊടി ബിഫോർ യു ഇൻജസ്റ്റ് ദിസ് പൊടി. വായ തുറന്ന് വർത്താനം പറയും. ഇപ്പോൾ ഞാൻ എൻ്റെ വയറ്റിലൊക്കെ ഒരു ദിവസം 1/2 കിലോ പൊടി പോണ്ടാവും. അത്രയ്ക്കധികം വർത്താനം പറയില്ലേ ഇവളുടെ. ഇത് പക്ഷേ മീൻസ് പൊടിയല്ലല്ലോ, പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് എന്താ പുറത്ത് പ്ലാസ്റ്റിക് ഇല്ലേ? ഹിമാരി പ്ലാസ്റ്റിക് ടയറിലേക്ക് കിടന്ന് ഉരുളാണ് റോഡിൽ കൂടെ. അല്ല, അത് വിചാരിച്ചിട്ട് ഇത് നമ്മളെല്ലാം ഓരോ സ്പൂൺ കഴിക്കണം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. നമ്മളിങ്ങനെ ഭയങ്കര മൈക്രോൻ്റെ ഉള്ളിലേക്കാണ് പോണ് എന്നുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇത് ഒരു ഭീതി വ്യാപാരം നടത്തുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ചൊറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നിന്നും വരും. ഈ മരത്തിൻ്റെ ചോപ്പിംഗ് ബോർഡ് എടുത്തിട്ട് ഇങ്ങനെ ചൊറിഞ്ഞാലും മരം വരും. പിന്നെ മരം കുറച്ച് സേഫാണ്, കാരണം മരം നാച്ചുറലാണ് എന്ന് കരുതുന്ന ഒരു സങ്കല്പത്തിൽ നിന്നാണ് മരം ഭയങ്കര പോപ്പുലറായിട്ട് വരുന്നത്. പക്ഷേ മരം നമ്മൾ മര്യാദയ്ക്ക് വൃത്തിയായിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഫംഗസും ബാക്ടീരിയയും വൈറസ് എല്ലാം ഉണ്ട്. അതും അരിയുമ്പോൾ നമ്മുടെ ഫുഡിൻ്റെ ഒപ്പം ചേരുന്നുണ്ട് കേട്ടോ. സോ ബേസിക്കലി പറയാനുള്ളത്, ഈ എല്ലാ ചോപ്പിംഗ് ബോർഡുകളും നമ്മൾ കഴുകണം, വൃത്തിക്ക് കഴുകണം, അതിൻ്റെതായ രീതിയിൽ കഴുകണം. അപ്പോൾ സയൻറ്റിഫിക്കലി ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ഹൈജീനിക്കലി സേഫ് എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് നോക്കിയിട്ട് പോകട്ടെ. ദ നമ്പർ 1 ചോപ്പിംഗ് ബോർഡ് അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡ് സയൻറ്റിഫിക്കലി അപ്രൂവ്ഡ് വിച്ച് ഈസ് ദ പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലത്തെ സോളിഡ് പ്ലാസ്റ്റിക്കിൻ്റെ എന്ന് പറയുമ്പോൾ $5 മേടിച്ചിട്ട് ഇങ്ങനെ എറ്റുമ്പോൾ പൊട്ടണ പോലത്തെ ഈ കണ്ണി കണ്ട കടയിൽ നിന്ന് മേടിക്കുന്നതല്ല. നല്ല സോളിഡ് ആയിട്ടുള്ള നല്ല കമ്പനിയിൽ നിന്ന് നല്ല ചോപ്പിംഗ് ബോർഡ് മേടിച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ആണ് ഏറ്റവും ബെറ്റർ. ദ മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് തിളച്ച വെള്ളത്തിലും എങ്ങനെ വേണമെങ്കിലും സാനിറ്റൈസർ പോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ല സൂപ്പറായിട്ട് ക്ലീൻ ചെയ്യാം. അതുപോലെ തന്നെ നല്ല വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. എന്താണ്, പ്ലാസ്റ്റിക് വെള്ളം അബ്സോർബ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ മൈക്രോബിയൽ ഗ്രോത്ത് ഇതിൻ്റെ മുകളിൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്താണ്, ഈ ചോപ്പിംഗ് ബോർഡ് നോക്കി കഴിഞ്ഞാൽ ഞാൻ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചോപ്പിംഗ് ബോർഡേ അല്ല. ഇതെന്ന് പറയുന്നത് ഞാൻ ഇടയ്ക്ക് മീൻ വെട്ടാനും പുറത്ത് എന്തെങ്കിലും വലിയ അനിമൽസിനെയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ബോർഡാണ്. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല കറയൊക്കെ പിടിച്ച് നല്ല മീനിൻ്റെ മണമല്ലാണ്ട് വലിയ കത്തിയൊക്കെ എടുത്ത് വെട്ടാറുണ്ട്. ഇതിൻ്റെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ്, കറ പിടിക്കാം, കരിമ്പന പിടിക്കാം, അതുപോലെ തന്നെ ഈ കത്തിയുടെ മാർക്സ് ഒരുപാട് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നമ്മൾ തിളച്ച വെള്ളത്തിൽ സാനിറ്റൈസ് ചെയ്ത് ഉപയോഗിക്കുക. ഏതാണ്ട് 6 മാസം കഴിഞ്ഞ് ഈ ബോർഡ് നമ്മൾ കളയും വേണം. അത് നമ്മൾ ചെയ്യില്ല.
നമ്മളിത് കൊണ്ട് കിടക്കുക. അതുകൊണ്ടാണ് ഇത് അൺഹൈജീനിക്. പിന്നെ ചെറുതായിട്ടൊരു മൈക്രോ പ്ലാസ്റ്റിക് ഇതിൻ്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ചൊറിഞ്ഞ് നിന്നാൽ ഇതിൻ്റെ മുകളിൽ നിന്ന് വരും. വെരി വെരി ലെസ് ലൈക്ക്ലി. ബട്ട് ഹൈജീനിക്കലി സയൻറ്റിഫിക്കലി ദ നമ്പർ 1 ചോപ്പിംഗ് ബോർഡ് ഇൻ ദാറ്റ് കേസ് ഈസ് പ്ലാസ്റ്റിക് ചോപ്പിംഗ് ബോർഡാണ്. പക്ഷെ ഓർക്കുക, നമ്മൾ ഈ സാധനം എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കണം. 6 മാസം അല്ലെങ്കിൽ ഇത് നോക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ കേടാവുക, മണം വന്നു തുടങ്ങുക, വൃത്തിയായില്ല വെച്ചെങ്കിൽ ഇത് മാറ്റി തന്നെ വേണം. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മരത്തിൻ്റെ ബോർഡാണ്. മരത്തിൽ ബാംബു ആണ് ഏറ്റവും അടിപൊളി ബോർഡ്. ഇരിക്കുന്നത് ഇത് പക്ഷെ ബാംബു വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബോർഡാണ്. ഇത് ബാംബു ഉണ്ട്, ഇരിക്കണം, ഇതിൽ പ്ലാസ്റ്റിക്കും ഉണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മൾ കത്തി വെച്ചിട്ട് അരിഞ്ഞിട്ട് ഇങ്ങനെ കരനാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊടി വരും. പക്ഷേ ഈ ബോർഡ് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അപ്രോക്സിമേറ്റ്ലി 1 വർഷമായി. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ല ഹൈജീനിക്കലി ക്ലീൻ ആണ്. അപ്പോൾ ഇതുപോലത്തെ കിട്ടുവെച്ചെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരെണ്ണമാണ് കേട്ടോ. ബാംബുവിൻ്റെ കൂട്ടത്തിൽ ഇതിന് ബാംബു എന്നാണ് അവർ എഴുതിയിട്ടുള്ളത്. പക്ഷേ ഡസൻ ലുക്ക് ലൈക്ക് എ ബാംബു. പ്ലാസ്റ്റിക് അല്ല, പക്ഷെ ബാംബു അല്ല. അതിന് സൈഡിൽ ഒരു റബ്ബർ ബീഡിങ് എല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് നമുക്ക് ഡിഷ് വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള സൂപ്പർ ബോർഡാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾവേസ് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് മരത്തിൻ്റെ ബോർഡാണ്. ഒന്ന് ലുക്ക് നല്ല നൈസ് ആൻഡ് ക്ലീൻ, ടൈഡി ആയിട്ട് ഇരിക്കും. നാച്ചുറൽ വാദികൾക്കെല്ലാം നാച്ചുറലായിട്ട് തോന്നാനുള്ള കാരണമുണ്ട്. എനിക്കിപ്പോൾ നാച്ചുറൽ ആയാലും ഇവിടെ പ്ലാസ്റ്റിക് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ വുഡൻ ബോർഡ് ഉപയോഗിക്കാനുള്ള കാരണം എന്തോന്ന് എനിക്കറിയില്ല. നമ്മളിവിടെ കട്ടിങ് ചെയ്യുമ്പോഴും പലപ്പോഴും പ്ലാസ്റ്റിക് ബോർഡുകൾ എപ്പോഴും ഈ ചുമന്ന കളറ്, പച്ച കളറ്, വെള്ള കളറ് നമ്മുടെ ഫുഡിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്ത് പോവില്ല. സോ നമുക്ക് എപ്പോഴും നീറ്റ് ആൻഡ് ടൈഡി തോന്നിയിട്ടുള്ളത് ഈ മരത്തിൻ്റെ ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും ബെസ്റ്റ് ബോർഡ് എന്ന് പറയുന്നത് വുഡ് തന്നെയാണ്. പക്ഷെ വുഡിനൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ വുഡ് കണ്ടമാനം വെള്ളം അബ്സോർബ് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിളിൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു ചിക്കനൊക്കെ വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് ചിക്കൻ്റെ മുകളിലുള്ള ജ്യൂസും കാര്യങ്ങളൊക്കെ മരത്തിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ പോർസ് ഉണ്ട് ഇല്ലേ? ആ പോർസിൻ്റെ ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യും. നമ്മൾ ഈ ഡിഷ് വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് വെള്ളം, അതിൻ്റെ ഉള്ള സോപ്പൊക്കെ ഇത് അബ്സോർബ് ചെയ്യണതുകൊണ്ട് ഹൈജീനിക്കലി പ്ലാസ്റ്റിക്കിനേക്കാൾ ഒരു സ്റ്റെപ്പ് താഴെ നിൽക്കുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ മരത്തിൻ്റെ ചോപ്പിംഗ് ബോർഡ് നമ്മൾ പ്രത്യേക രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി മൂന്നാമത്തെയും നാലാമത്തെയും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഗ്ലാസ്, അതുപോലെ തന്നെ സെറാമിക്കിൻ്റെയാണ്. പക്ഷേ ഗ്ലാസിൻ്റെയും സെറാമിക്കിൻ്റെയും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല. എന്താ കാരണം എന്നറിയോ? ഒന്നാമത്തെ കാര്യം, ഗ്ലാസ് പെട്ടെന്ന് വീണും പൊട്ടുപോകും. സെറാമിക് പൊട്ടാത്ത ടൈപ്പൊക്കെ വരുന്നുണ്ട്. ദ മെയിൻ ഇഷ്യൂ ഇതൊന്നുമല്ല. ഹൈജീനിക്കലൊക്കെ ഈ സാധനം സൂപ്പർ ക്ലീൻ ആക്കിയിട്ട് എടുക്കാൻ നമുക്കറിയാലോ. ഇപ്പോൾ സെറാമിക്കിൻ്റെ പാത്രങ്ങളൊക്കെ സൂപ്പറായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ദ ഡ്രോബാക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിൻ്റെ മുകളിൽ വെച്ച് കട്ട് ചെയ്യുമ്പോൾ തക്കാളി, സബോള, വെള്ളമുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ കത്തിപ്ല എന്ന് പറഞ്ഞിട്ട് പോകാനും ഇഞ്ചുറി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുണ്ട്. സോ ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക് മേടിച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ചോപ്പിംഗ് ബോർഡ് മേടിക്കുക. അതല്ല വെച്ചെങ്കിൽ വുഡൻ്റെ ചോപ്പിംഗ് ബോർഡ് മേടിക്കുക. ഇനി ഈ വുഡൻ്റെ ചോപ്പിംഗ് ബോർഡ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ നോക്കിയാൽ നല്ല എന്താ പറയുക, നമ്മുടെ നാട്ടിൽ പോളിഷൊക്കെ അടിച്ചിട്ടുള്ള മരം പോലെ ഇല്ലേ? ഇത് അങ്ങനെയല്ല. ഇതെന്താ കാരണം? ഇത് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ല. ഇതിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോണേ കേട്ടോ. സാധാരണ നമ്മൾ എന്താ ചെയ്യുക, ഒരക്കടലാസ് സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഉരയ്ക്കും. നമുക്ക് നമ്മുടെ ഈ സാൻഡ് പേപ്പർ വീട്ടിൽ മേടിച്ചുകൊണ്ട് വന്നിട്ട് കൈ കൊണ്ട് ഉരയ്ക്കാം കേട്ടോ. അത്രയ്ക്കുള്ളത് തന്നെ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ എൻ്റെ വീട്ടിലൊരു മെഷീൻ ഉണ്ട്, അതുകൊണ്ട് ഞാൻ മെഷീൻ വെച്ചിട്ട് ഉരയ്ക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് നേരത്തെ പരിപാടിയേ ഉള്ളൂ. ഇങ്ങനെ ഉരച്ചിട്ട് ഇവനെ സെറ്റാക്കുക. ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഇതിൻ്റെ മുകളിലെ പൊടിയെല്ലാം തുടച്ച് വൃത്തിയാക്കുക കേട്ടോ. എന്നിട്ട് വെയിലത്ത് ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ നേരം ഉണക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ വരും. നേരത്തെ എങ്ങനെയായിരുന്നായിരുന്നു ഈ ചോപ്പിംഗ് ബോർഡ്? ഇപ്പം എങ്ങനെ ഇരിക്കണേന്ന് നോക്കിയേ, സ്മൂത്തായിട്ട്. കളറ് തന്നെ മാറിയില്ലേ നേരത്തെ എൻ്റെ ഇതിൻ്റെ? നോക്കിയേ, നല്ല സ്മൂത്തായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇത് അറഞ്ചം വെട്ടി തള്ളിയിട്ടുള്ള ഒരു ചോപ്പിംഗ് ബോർഡാണ് കേട്ടോ. $8 ന്യൂസിലാൻഡിൽ വലിയുള്ള വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ചീപ്പസ്റ്റ് മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബോർഡാണ്. അതുകൊണ്ട് തന്നെ കത്തി കൊണ്ട് വെട്ട് കിട്ടിയിട്ടുള്ള നല്ല പാടൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ കാണാൻ പറ്റും. ഒരുവിധം ഞാൻ സ്ക്രബ് ചെയ്ത് കളഞ്ഞു, നല്ല ചെറിയ സ്കാർസ് എല്ലാം ഉണ്ട്. ദാറ്റ്സ് ഓക്കെ. ഇനി നമുക്ക് ഇതിനെ പോളിഷ് ചെയ്യാം. എന്തിനാ നമ്മൾ പോളിഷ് ചെയ്യണ്? ഇതുപോലെ തന്നെ ഉപയോഗിച്ചാൽ പോരെ അല്ലേ? ഇതിനെന്താ കുഴപ്പം? ഇതിൻ്റെ മുകളിൽ പോളിഷ് ചെയ്തിട്ട് ഇപ്പം ഇതിൻ്റെ മുകളിൽ കിടന്നുറങ്ങാളോ എന്നല്ലോ. എനിക്കാണെങ്കിൽ ഇങ്ങോട്ട് വീഡിയോ എടുക്കുന്നത് കാണിക്കാണ്ട് കുറച്ച് ഭംഗി വേണമെന്ന് വിചാരിക്കാം. ദ മെയിൻ റീസൺ പോളിഷ് ചെയ്യാറില്ല എന്താ വെച്ചാൽ, ഇത് ഞാൻ വീട്ടിൽ എപ്പോഴും പോളിഷ് ചെയ്ത് ഉപയോഗിക്കുന്ന പറഞ്ഞാണ്. ഇവിടെ ഞാനൊരു ട്രേ വെച്ചിട്ടുണ്ട്. ഈ പോളിഷ് ചെയ്തിട്ടുള്ള ഈ ചോപ്പിംഗ് ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നോക്കിക്കോ കേട്ടോ. കണ്ട, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ പോണ ഈ പോളിഷ്. കണ്ട, വാട്ടർ റെസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കണേ?
ഇതിൻ്റെ മുകളിൽ നമ്മൾ കോഴിയും ഇറച്ചിയും തക്കാളിയൊക്കെ വെട്ടുന്ന സമയത്ത് മരത്തിൻ്റെ ഉള്ളിലുള്ള പോർസ് ഇല്ലേ, ആ പോർസിൻ്റെ ഉള്ളിലേക്കുള്ള വെള്ളം അബ്സോർപ്ഷനെ കുറച്ച് കുറയ്ക്കാൻ പറ്റും. ഫുള്ളായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ മുകളിൽ വെച്ച് ഞാൻ നോക്കിക്കോട്ടെ, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് നമുക്കറിയാം ഇതിൻ്റെ മുകളിൽ വെള്ളം പിടിക്കുന്നില്ല, പെട്ടെന്ന് ഒലിച്ച് പോവും. ഇനി ഇവിടെ ഒരു ഉടായ്പ ചോപ്പിംഗ് ബോർഡ് ഉണ്ട്, മരത്തിൻ്റെ പോളിഷ് ചെയ്യാത്തത് ചേട്ടാ. ഇത് പറഞ്ഞാൽ ഇത് നമുക്ക് ശരിയാക്കാനുള്ളൊരു പഴയ ഒരു ബോർഡാണ്. ഇതിൻ്റെ മുകളിൽ വെള്ളം ഒഴിക്കുമ്പോൾ നോക്കിയോട്ടാ, ഇത് വെള്ളം പോയി ഇല്ലേ, വെള്ളം പോയോടത്ത് ഒരു മാർക്ക് വന്നു കണ്ട. കാരണം എന്താണ്, അപ്പം തന്നെ അത് അബ്സോർബ് ചെയ്യാണ്. മീൻസ് നമ്മൾ ഇതുപോലത്തെ ചണ്ടിയായിട്ടുള്ള വുഡൻ ചോപ്പിംഗ് ബോർഡിൻ്റെ മുകളിൽ ഉപയോഗിക്കുന്ന സമയത്ത് എന്തുണ്ടാവും, വെള്ളം അബ്സോർബ് ചെയ്യും. ഇതിൻ്റെ ഉള്ളിൽ നല്ലോണം ബാക്ടീരിയ കൂടാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം ഇൻസ്റ്റഗ്രാം വീഡിയോ കണ്ടിട്ട് ഈ മരത്തിൻ്റെ ചോപ്പിംഗ് ബോർഡാണ് അടിപൊളി എന്ന് പറഞ്ഞ് ചാടി നടക്കണവർ അതിൻ്റെ ഹൈജീൻ ഭാഗം വിട്ടുപോകുന്നുണ്ട്. ഓക്കെ, പ്ലാസ്റ്റിക്കിൻ്റെ മുകളിൽ ഹൈജീനിക്കലി സേഫാണ്. നമ്മൾ ഈ കോഴി ഇതൊക്കെ ഇതിൻ്റെ മുകളിലിട്ട് വെട്ടേണ്ടതാണ്. സോ വുഡൻ യൂസ് ചെയ്യുന്നുണ്ട് വെച്ചെങ്കിൽ ബെറ്റർ ടു യൂസ് പോളിഷ് ചെയ്തിട്ട്. അതാണ് ഞാനിതിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ഇത് കണ്ട, ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും, അതിൻ്റെ അത്രയ്ക്ക് വെള്ളം പിടിച്ചിട്ടില്ല. പെട്ടെന്ന് തുടച്ച് കഴിഞ്ഞാൽ അത് ക്ലീൻ ആവും ചെയ്തേ കണ്ട. ഓക്കെ, സോ നൗ വി ഡു ദ പോളിഷ്. ഈ ചോപ്പിംഗ് ബോർഡ് ഞാൻ ഇന്ന് വാർണിഷ് ചെയ്യുക, അതല്ല വെച്ചെങ്കിൽ ഇതിനെ ഗ്ലോസിഫൈ ചെയ്യണത്, അതല്ല വെച്ചെങ്കിൽ എന്താ പറയുക, ഇതിൻ്റെ മുകളിൽ നമ്മളൊരു വാട്ടർ റെസിസ്റ്റൻ്റ് ലെയർ കൊടുക്കണത് ടങ് ഓയിൽ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം അല്ലേ, ടങ് ഓയിൽ. ഇതൊരു മരത്തിൻ്റെ കോളിനെ പേടിച്ചു. ഞാൻ അവിടെ ബീഫിൻ്റെ ചങ്ങ് കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ ഓയിൽ എടുത്തു എന്ന് വിചാരിച്ചിട്ടാ. അല്ല, ഇതൊരു മരത്തിൻ്റെ ഓയിലാണ് കേട്ടാ. ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്നുള്ളത്. ദ പ്യുവർ ടങ് ഓയിൽ ഫോർ ടിമ്പർ, സ്ലേറ്റ് ആൻഡ് കോൺക്രീറ്റ് എന്ന് ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. 100% നാച്ചുറൽ, ഫുഡ് സേഫ്, പ്യുവർ പ്രസ്ഡ്, വാട്ടർ റിപ്പല്ലൻ്റ് കടാ. അപ്പോൾ ഞാൻ ടങ് ട്രീ ഓയിൽ ഈ വുഡിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. ആദ്യം ഇതിൻ്റെ മുകളിലേക്ക് ഈ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു പേപ്പർ എടുത്തിട്ട് പതുക്കെ സർക്കുലർ മോഷനിൽ ഇങ്ങനെ കറക്കി ഇറക്കിയിട്ട് ഈ പോളിഷ് ചെയ്യണ പോലെ പതുക്കെ ഒരു ലെയർ അതേപോലെ തന്നെ അടുത്ത സൈഡിലേക്ക് ആക്കിയാൽ മതി. ഇതിൻ്റെ മുകളിൽ എക്സസ് ഓയിൽ വരികയാണെന്ന് വെച്ചാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ റബ്ബ് ചെയ്ത് എടുത്തോളൂ കേട്ടോ. ഈ ടങ് ട്രീ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചൈന, മ്യാൻമാർ ആ ഭാഗത്തൊക്കെ കാണുന്ന ഒരു മരാത്രേ. അതിൻ്റെ മുകളിലൊരു കായുണ്ട്, ആ കായലുള്ളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണ അതിൻ്റെ സീഡ് ഓയിലാണ് കേട്ടോ. സോ ദിസ് ഈസ് ടോട്ടലി സേഫ്. നമുക്ക് ഇതിൻ്റെ വയറ്റിലേക്ക് ലേശം പോയി എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നോക്കിയപ്പോൾ എങ്ങനെയുണ്ട്? ഇത് ആദ്യം എങ്ങനെ ഇരുന്നായിരുന്നേ, ഇപ്പം എങ്ങനെ ഇരുന്നായിരുന്നേ? ഇത് ഉണങ്ങിയിട്ടില്ല കേട്ടാ. ഇനി എന്താണ്ടാവുക വെച്ചാൽ ഈ ഓയിലില്ലേ ഇതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ശരിക്കും കട്ടിയാവും. ഒരു ചെറിയൊരു വാക്സിൻ്റെ ലെയർ പോലത്തെ ഒരു കട്ടി ഫോം വരും. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ 24 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ഇതുകൊണ്ട് ഒരു ലെയർ കൂടി അടിക്കും. വീണ്ടും 24 മണിക്കൂർ കഴിയുമ്പോൾ ഒരു ലെയർ കൂടി. നമുക്കൊരു മാക്സിമം 2 ലെയർ മതി. പക്ഷെ ഒരു 3 ലെയറൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു 6 മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തോളം ഈ ഓയിൽ ഇതിൻ്റെ മുകളിൽ കട്ടയായിട്ട് അങ്ങനെ തന്നെ ഇരുന്നോളൂ. അൺലെസ് നമ്മൾ വലിയ ഇറച്ചിയൊക്കെ എടുത്തിട്ട് വെട്ടണില്ല വെച്ചെങ്കിൽ റെഗുലർ ചോപ്പിംഗ് ആണെങ്കിൽ ഒന്നും സംഭവിക്കില്ല, നല്ല അടിപൊളിയായിട്ട് ഇരിക്കും. അഥവാ നിങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 5 മാസം കഴിയുമ്പോൾ, ഒരു 6 മാസം കഴിയുമ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ ചെയ്യാം. ഇനി ഈ ഓയിൽ ഇല്ല വെച്ചെങ്കിൽ സാധാരണ ഫുഡിൻ്റെ മുകളിൽ ഉപയോഗിക്കുന്ന മറ്റു കുറച്ച് സംഭവങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനറൽ ഓയിൽ, നമ്മുടെ വാസലിനൊക്കെ പോലെ ഒരു പെട്രോളിയം ജെല്ലി പോലത്തെ ഒരു സാധനമാണ്, അത് ഉപയോഗിക്കാറുണ്ട്. വാക്സ് ഉപയോഗിക്കാറുണ്ട്, ബി വാക്സ്, മെഴുക്. പിന്നെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഗീ ഉപയോഗിക്കാറുണ്ട്, അനിമൽ ഫാറ്റ് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ആ കാറ്റഗറികളിലൊക്കെ ഫുഡ് സേഫ്റ്റി ഉള്ളതാണെങ്കിലും പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ടങ് ട്രീ ഓയിലിൻ്റെ അത്ര ഒരു ലെയറോ അല്ലെങ്കിൽ ഒരു വാട്ടർ റിപ്പല്ലൻ്റ് ആയിട്ട് പ്രവർത്തിക്കില്ല. അപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളി ഈ ടങ് ട്രീ ഓയിലാണ്. ഇതിന് ഏതാണ്ട് ഇവിടെ ഒരു $30 250 ml വില വരുന്നുണ്ട്. നാട്ടിൽ ഭയങ്കര ചീപ്പായിരിക്കും. ഇവിടെ ഈ സാധനങ്ങൾക്ക് ഭയങ്കര വിലയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്നോട് നിങ്ങളൊരു ഗോ ടു ചോപ്പിംഗ് ബോർഡ് എൻ്റെ ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിനെ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് ഫുഡാണ് പ്രിഫർ ചെയ്യണേ. നിങ്ങൾ എപ്പോഴും കഴുകി ഇതൊന്നും ചെയ്യണില്ല വെച്ചെങ്കിൽ ഞാൻ പറയുക പ്ലാസ്റ്റിക്കിൻ്റെ ചീപ്പായിട്ടുള്ളത് മേടിക്കുക. ചീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതിൽ ചീപ്പായിട്ടുള്ളത് മേടിക്കുക, അതിനെ റീപ്ലേസ് ചെയ്യുക. ആ ഒരു 3-4 മാസമൊക്കെ കഴിഞ്ഞാൽ 10-100 രൂപയുടെ സാധനം നടത്തി അതിനെ മാറ്റിയിട്ട് വേറെ മേടിച്ചിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇതുപോലെ സൂപ്പർ വീഡിയോ വേണ്ടി നമുക്ക് അടുത്ത തവണ കാണാം. അതുവരെയും ബൈ ഫോർ നൗ, ബൈ ബൈ.